എല്ലാ മാന്യപ്രേക്ഷകർക്കും വിവി ബ്രെയിൻ ഹെൽത്ത് മീഡിയയിലേക്ക് സ്വാഗതം. കുറച്ച് നാളത്തെ ഗ്യാപ്പിന് ശേഷമാണ് ഞാനൊരു വീഡിയോയുമായി വരുന്നത്. ഇന്ന് ലോക പാർക്കിൻസൺസ് ദിനം. പാർക്കിൻസൺസ് രോഗത്തെക്കുറിച്ച് ജനങ്ങളിലുള്ള അവബോധം വളരെ കുറവാണ്. പാർക്കിൻസൺസ് അസുഖം എന്ന് പറയുന്നത് എന്താണെന്ന് പോലും ജനങ്ങൾക്ക് അറിയില്ല. ആ ഒരു അവസ്ഥയിലാണ് ബ്രിഡ്ജിങ് ദ കെയർ ഗ്യാപ്പ് എന്ന ക്യാമ്പയിൻ എന്ന പേരിൽ ഈ വർഷത്തെ പാർക്കിൻസൺസ് ഡേ. സോ കെയർ ഗ്യാപ്പ് എങ്ങനെ കുറയ്ക്കാൻ പറ്റും എന്നുള്ളതാണ് ഈ വർഷത്തെ തീം. ജെയിംസ് പാർക്കിൻസൺ എന്ന ഇംഗ്ലീഷ് ഫിസിഷ്യൻ ഷേക്കിംഗ് പാൽസി എന്ന പേരിൽ എഴുതിയിരുന്ന ഒരു പ്രബന്ധത്തെ ബേസ് ചെയ്തിട്ടാണ് 50 വർഷങ്ങൾക്ക് ശേഷം ഈ അസുഖത്തിന് അദ്ദേഹത്തിൻ്റെ പേര് നൽകുന്നത്. ജെയിംസ് പാർക്കിൻസണിൻ്റെ ജന്മദിനമാണ് ഏപ്രിൽ 11. ആ ദിനം നമ്മൾ ഈ വർഷം ആചരിക്കുന്നത് ബോധവൽക്കരണം ശരിയായ രീതിയിൽ എത്തിക്കുന്നതിന് വേണ്ടിയാണ്. അതിനുള്ള എളിയ പ്രവർത്തനത്തിൽ നിങ്ങളുടെ സഹകരണം പ്രതീക്ഷിക്കുന്നു. ഈ പാർക്കിൻസൺസ് ഡിസീസ് എന്ന് പറയുന്നത് ഒരു ചലന വൈകല്യം എന്ന ഗ്രൂപ്പിൽ വരുന്ന ന്യൂറോളജി അസുഖമാണ്. ഇതിൽ പ്രധാനമായിട്ടും തലച്ചോറിൻ്റെ പുറകുവശത്തുള്ള സബ്സ്റ്റാൻഷ്യ നൈഗ്ര എന്ന ഭാഗത്തു നിന്ന് വരുന്ന ഡോപ്പമൈൻ്റെ ലെവല് ശരീരത്തിനുള്ളിൽ കുറയുന്ന അവസ്ഥയാണ്. അവിടുത്തെ കോശങ്ങൾ എന്ത് കാരണത്താലാണ് നഷ്ടപ്പെടുന്നത് അറിയില്ല. പ്രധാനമായും കണക്കാക്കുന്നത് ആൽഫ സിനോക്ലിൻ എന്ന് പറഞ്ഞ ഒരു പ്രോട്ടീൻ, ഒരു ഫോൾഡഡ് ആയിട്ടുള്ള ഒരു പ്രോട്ടീൻ അവിടെ ഡെപ്പോസിറ്റ് ചെയ്യുന്നതുകൊണ്ടാണ്. അതിന് ഈ പ്രോട്ടീൻ അവിടെ മാത്രമല്ല ശരീരത്തിലെ പല ഗ്രന്ഥികളിലും ഒക്കെ ഡെപ്പോസിറ്റ് ചെയ്യാറുണ്ട്. അന്നേരം ഇതാണ് ഇതിൻ്റെ രോഗകാരണമായി ലോകത്തെമ്പാടും കണക്കാക്കപ്പെടുന്നത്. ഇതുകൊണ്ട് തന്നെ ഈ ചലനത്തിന് ആവശ്യമായിട്ടുള്ള ഡോപ്പമൈൻ്റെ അളവ് കുറയുന്നു. അന്നേരം ആകെയുള്ള ഒരു ചികിത്സ, ഏറ്റവും പ്രധാനപ്പെട്ട ചികിത്സ ഇതുവരെ ഉണ്ടായിരുന്നത് ഈ ഡോപ്പമൈൻ നമുക്ക് പുറത്തുനിന്ന് ടാബ്ലറ്റ് രൂപത്തിൽ കൊടുക്കാൻ പറ്റുന്നു. ഈ ആയുർവേദത്തിൻ്റെ കാലം തന്നെ ഈ അസുഖത്തിനെ കുറിച്ച് പരക്കെ ധാരണയുണ്ട്. അതിനെ കമ്പവാതം എന്ന പേരിലാണ് അത് അറിയപ്പെടുന്നത്. ആ സമയത്ത് ചികിത്സകളൊന്നും ഉണ്ടായിരുന്നില്ല. ഇപ്പോഴാണ് 1800-കൾക്ക് ശേഷമാണ്, 18-ാം നൂറ്റാണ്ടിന് ശേഷമാണ് ഇതിനെക്കുറിച്ച് ഒരു ബോധം വരുന്നതും ചികിത്സകളൊക്കെ ആരംഭിക്കുന്നത് 20-ാം നൂറ്റാണ്ടിൻ്റെ തുടക്കത്തിലുമാണ്. അതിലേറ്റവും പ്രധാനമായ ചികിത്സ എന്ന് പറയുന്നത് സിൻഡോപ്പ തന്നെയാണ്. അതിനെ സപ്പോർട്ട് ചെയ്യുന്ന, അതിൻ്റെ ആക്ഷൻസ് മോഡിഫൈ ചെയ്യുന്ന കുറേയധികം മോളിക്യൂൾസ് ഉണ്ട്. ഈ സിൻഡോപ്പയ്ക്കുള്ള ഒരു കുഴപ്പമെന്ന് പറയുന്നത് അത് കുറച്ച് നാൾ ഉപയോഗിച്ച് കഴിയുമ്പോൾ അതിൻ്റെ എഫക്റ്റ് മെല്ലെ കുറയുകയും ഈ ചലന വൈകല്യം പിന്നെയും അപ്പിയർ ചെയ്യുകയും ചെയ്യുന്നു. അങ്ങനെ പാർക്കിൻസൺസ് രോഗികൾ ശ്രദ്ധിക്കേണ്ട രോഗലക്ഷണങ്ങൾ പ്രധാനമായിട്ടും ഒരു വശത്തുണ്ടാകുന്ന മുറുക്കം, വിറയൽ, റെസ്റ്റിംഗ് സ്റ്റേറ്റിലുള്ള വിറയൽ, കൈയും കാലും അനക്കുന്നതിന് വളരെ ഭാരം അനുഭവപ്പെടുക, അല്ലെങ്കിൽ സ്പീഡ് വല്ലാതെ കുറയുക, നടക്കുന്നതിനുള്ള സ്പീഡ് കുറയുക, ബാലൻസ് തെറ്റുക. ഈ 4 കാറ്റഗറിയിലുള്ള സിംറ്റംസാണ് നിങ്ങൾക്ക് ഉണ്ടാവുക ആദ്യത്തെ സ്റ്റേജുകളിൽ. പിന്നെ അങ്ങോട്ട് പോകുമ്പോൾ പല രീതിയിലുള്ള സൈക്കാട്രിക് സിംറ്റംസും ഓർമ്മക്ഷയരോഗം വരെയും ഉണ്ടാകാവുന്ന തരത്തിലേക്ക് പാർക്കിൻസൺ രോഗികൾ മാറാറുണ്ട്. പാർക്കിൻസൺസ് അസുഖത്തിൻ്റെ ലക്ഷണങ്ങൾ ആരംഭിക്കുന്നതിന് 10 കൊല്ലം മുൻപ് വരെയും നമ്മുടെ മണം അറിയുന്നതിനുള്ള ശേഷി നഷ്ടപ്പെടാറുണ്ട്. അനോസ്മിയ എന്ന് പറയും. അങ്ങനെ ഒരു സിംറ്റം കാണാറുണ്ട്. 10 കൊല്ലത്തിന് മുമ്പ് വരെ പാർക്കിൻസൺ രോഗികൾ കാണാറുണ്ട്. അതുപോലെ തന്നെ ഇതിലുള്ള ആൽഫ സിനോക്ലിൻ എന്ന പ്രോട്ടീൻ സെബേഷ്യസ് ഗ്ലാൻഡ്, അതായത് സെബം സെക്രീഷൻ വല്ലാതെ കൂടാറുണ്ട് ഈ പാർക്കിൻസൺസ് രോഗികളിൽ. അതിലെ ആ ഗ്ലാൻഡുകളിൽ, സെബേഷ്യസ് ഗ്ലാൻഡ്സിൽ ഇത് ഡെപ്പോസിറ്റ് ചെയ്യപ്പെടാറുണ്ട്. അതുകൊണ്ട് തന്നെ സ്കിൻ ബയോപ്സി, ഇപ്പം കഴുത്തിൻ്റെ ഭാഗത്തുനിന്ന് അല്ലെങ്കിൽ ഒരു ബയോപ്സി എടുത്ത് നോക്കിക്കഴിഞ്ഞാലും ഈ പാർക്കിൻസൺ അസുഖം ഉണ്ടോ എന്ന് നമുക്ക് കൺഫേം ചെയ്യാൻ പറ്റുന്ന അവസ്ഥയിലാണ് കാര്യങ്ങൾ എത്തി നിൽക്കുന്നത്. പിന്നെ ഇവരുടെ സ്മെല്ലിന്, ഇവരുടെ സ്വെറ്റിന് ഒരു പ്രത്യേക സ്മെല്ലുണ്ട്. അതിന് മസ്കി സ്മെൽ അല്ലെങ്കിൽ ഗ്രീസിൻ്റെ ഒരു സ്മെല്ലെന്നാണ് പറയുന്നത്. അങ്ങനെ മണത്ത് വരെ കണ്ടുപിടിക്കാൻ പറ്റുന്ന ഒരു അസുഖമാണ് പാർക്കിൻസൺസ് ഡിസീസ്. അന്നേരം ഇതിൻ്റെ സിംറ്റംസ് ഞാൻ പറഞ്ഞു. അതിന് ഈ സിംറ്റംസ് തുടങ്ങിക്കഴിഞ്ഞാൽ നിങ്ങൾ പ്രോപ്പറായിട്ട് മരുന്ന് കഴിച്ച് നിങ്ങളുടെ ക്വാളിറ്റി ഓഫ് ലൈഫ് മെയിൻറ്റെയിൻ ചെയ്യുക. ഇത് 4 കൊല്ലം വരെ വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ പോകുന്ന അസുഖമാണ്. 4 കൊല്ലത്തിന് ശേഷമാണെന്നെങ്കിലും വരുവാണെങ്കിൽ തന്നെയും പ്രശ്നങ്ങൾ അനുഭവപ്പെടുക. അവിടെ വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രധാനമായിട്ടും സിൻഡോപ്പയുടെ ഡോസ് ഒരു ദിവസം 5 ടാബ്ലറ്റിൽ കൂടുതൽ കഴിക്കേണ്ട അവസ്ഥയിലേക്ക് കാലം കഴിയുമ്പോൾ ചിലപ്പോൾ പോയേക്കാം. ആ ഒരു സ്റ്റേറ്റ് ശ്രദ്ധിക്കുക. രണ്ടാമത്, ഇതിന് ഓഫ് സ്റ്റേറ്റ് എന്ന് പറയും. ഇതിൻ്റെ എഫക്റ്റ് കുറയുമ്പോൾ കുറച്ച് മണിക്കൂർ, ഒരു 3 മണിക്കൂർ എൻ്റെ എഫക്റ്റ് നിന്നതിന് ശേഷം പിന്നെ ഓഫ് സ്റ്റേറ്റിലേക്ക് പോകും. അതിന് ഇത് രണ്ടാമത്തെ ഇതിൻ്റെ ഒരു പ്രയാസമാണ്. സിൻഡോപ്പ ഉപയോഗിക്കുന്നതിൻ്റെ ഓഫ് സ്റ്റേറ്റിലേക്ക്, അതായത് ഓഫ് സ്റ്റേറ്റിലേക്ക് പോകാൻ തന്നെ പിന്നെയും പേഷ്യൻറ്റിന് ചലിക്കാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് പോകും. മൂന്നാമത്തെ ഒരു കോംപ്ലിക്കേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിൻഡോപ്പ കുറേ നാൾ ഉപയോഗിച്ച് കഴിയുമ്പോൾ ഡിസ്കൈനേസിയ എന്ന് പറയുന്ന ഒരു സൈഡ് എഫക്റ്റ് വരാറുണ്ട്. ശരീരത്തിന് മുഴുവൻ പുളച്ചിൽ അനുഭവപ്പെടുന്ന ഒരവസ്ഥ ഉണ്ടാകാറുണ്ട്. അന്നേരം ഈ പുളച്ചിലിന് വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ
അതിന് ചില മോഡിഫൈ ചെയ്യുന്ന ചില മരുന്നുകളുണ്ട്. എനിക്ക് എന്നെ ഒരു ഞെട്ടിച്ച ഒരു സംഭവം എന്ന് പറയുന്നത്, ഇതിൽ നമ്മൾ സിസോപ്പിൻ എന്ന് പറയുന്ന ഒരു സൈക്യാട്രിക് മരുന്ന് ഈ പുളച്ചിലുള്ള രോഗികൾക്ക് പ്രയോജനം ചെയ്യും എന്നുള്ളത് കൊണ്ട് ഞാൻ എൻ്റെ രോഗിക്ക് അത് സ്റ്റാർട്ട് ചെയ്തിരുന്നു. വർഷങ്ങൾ ആ പേഷ്യൻ്റ് അതിനുശേഷം അവരുടെ ഈ പുളച്ചിലെല്ലാം മാറി സാധാരണ രീതിയിൽ ജീവിച്ചിരുന്നതാണ്. കുറച്ച് നാളുകൾക്ക് ശേഷം ആരോ പറഞ്ഞു കൊടുത്തു, ഈ മരുന്ന് ഉപയോഗിക്കുന്നത് സ്കിസോഫ്രീനിയ എന്ന അസുഖത്തിനാണ്, ആ മരുന്നാണ് ഞാൻ ആ രോഗിക്ക് കൊടുത്തതെന്ന് പറഞ്ഞിട്ടൊരു ആരോപണം എനിക്കെതിരെ ഇവിടെ ഉണ്ടായി. അത് വളരെ ഞെട്ടിപ്പിക്കുന്ന ഒരു ആരോപണമായിരുന്നു. കാര്യം അതുകൊണ്ട് തന്നെ ഞാൻ പറയുന്നത്, ഈ അസുഖങ്ങളെക്കുറിച്ചും ഈ മരുന്നുകളെക്കുറിച്ചും ബോധം ഇല്ലാത്തവർ പറയുന്നത് നിങ്ങൾ കേൾക്കാതിരിക്കുക. ആ മരുന്ന് സിസോപ്പിൻ എന്ന മരുന്ന് ഉപയോഗിക്കുന്നവർക്ക് വളരെ ചെറിയ ഡോസിൽ മോണിറ്റർ ചെയ്ത് ഉപയോഗിക്കുമ്പോൾ ഡിസ്കൈനേസിയ വളരെ കുറയാറുണ്ട്. അതായത് ഈ പുളച്ചിൽ വളരെ കുറയാറുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ അത് ഉപയോഗിക്കുന്നത്. അത് റെക്കമെൻഡേഷനിലുള്ള ഒരു മരുന്ന് തന്നെയാണ്. പിന്നെ ഇപ്പോൾ വന്നിരിക്കുന്ന ഇതനുസരിച്ച് ഡിസ്കൈനേസിയ 1 മണിക്കൂറിൽ കൂടുതൽ നിൽക്കുന്നു, അല്ലെങ്കിൽ ഓഫ് സ്റ്റേറ്റ് 2 മണിക്കൂറിൽ കൂടുതൽ നിൽക്കുന്നു. ഒരു ദിവസം 5 ടാബ്ലറ്റിൽ കൂടുതൽ കഴിക്കേണ്ടി വരുന്നു. അവിടെ നമുക്ക് പുതിയ ടെക്നോളജി, ഡീപ്പ് ബ്രെയിൻ സ്റ്റിമുലേഷൻ എന്ന് പറഞ്ഞ പുതിയ ടെക്നോളജി, അതൊരു ഇലക്ട്രോഡ് കലർത്തി ഈ ന്യൂക്ലിയസിനെ, തലച്ചോറിൻ്റെ പുറകുവശത്തുള്ള തലാമസിലൊക്കെ ഉള്ള ചില ന്യൂക്ലിയസിനെ സ്റ്റിമുലേറ്റ് ചെയ്ത് ഈ ഡോപ്പമൈൻ്റെ ലെവൽ മെയിൻറ്റെയിൻ ചെയ്യുകയും അതിൻ്റെ സൈഡ് എഫക്റ്റ് കുറയ്ക്കുകയും ചെയ്യുക എന്നുള്ളതാണ്. അതിൽ പലതരം ടെക്നിക്കുകൾ, പലതരം DBS ഉണ്ട്. അതിലിപ്പോൾ ലേറ്റസ്റ്റായി വന്നിരിക്കുന്ന ഒരു ടെക്നിക്ക് എന്ന് പറയുന്നത് DBS ആണ്, അഡാപ്റ്റീവ് DBS എന്ന് പറയും. അത് കേരളത്തിൽ അവൈലബിൾ ആണ്. ഇത് വളരെ പ്രയോജനം ചെയ്യും, സൈഡ് എഫക്റ്റ് കുറയ്ക്കുകയും ഡോപ്പമൈൻ്റെ പ്രയാസം കൊണ്ടുള്ള സൈഡ് എഫക്റ്റ് കുറയ്ക്കുകയൊക്കെ ചെയ്യും. അത് എത്രയും നേരത്തെ ചെയ്യുക എന്നുള്ളതാണ് ഇപ്പോഴത്തെ ഗൈഡ് ലൈനിൽ പറയുന്നത്. അതുകൊണ്ട് ആളുകൾ മരുന്ന് കറക്റ്റായിട്ട് കഴിച്ച് ആ ബുദ്ധിമുട്ട് കൂടുന്ന അവസ്ഥയിൽ നമ്മളിപ്പോൾ DBS നേരത്തെ ചെയ്യാൻ പറയും. നേരത്തെയൊക്കെ 10 കൊല്ലത്തിന് ശേഷമാണ് DBS പറഞ്ഞിരുന്നത്. ഇപ്പോൾ 5 കൊല്ലത്തിനകത്ത് വെച്ച് തന്നെ DBS ചെയ്യുന്ന സ്റ്റേറ്റിലേക്ക് ചിലപ്പോൾ രോഗികൾ പോയേക്കാം. അതുകൊണ്ട് നിങ്ങൾ കോൺസ്റ്റൻ്റായിട്ട് രോഗികളുടെ ഡോക്ടറുടെ ഫോളോ അപ്പിലിരിക്കണം. സോ 5 മണിക്കൂർ 5 ടാബ്ലറ്റ് കൂടുതൽ ഉപയോഗിക്കുക, 2 മണിക്കൂർ കൂടുതൽ ഓഫ് സ്റ്റേറ്റ് വരിക, അല്ലെങ്കിൽ 1 മണിക്കൂർ നിൽക്കുന്ന പുളച്ചിൽ അനുഭവപ്പെടുക എങ്കിൽ ഇതിനെക്കുറിച്ച് നമ്മൾ ചിന്തിക്കേണ്ടിയിരിക്കുന്നു. പിന്നെ ഈ രോഗത്തിൻ്റെ ഒരു ലേറ്റ് സ്റ്റേജുകളിലേക്ക് എത്തുമ്പോൾ പലർക്കും സൈക്യാട്രിക് സിംറ്റംസ് വരാം. പ്രധാനമായിട്ടും അവർക്കുണ്ടാകുന്നത് തന്നെ മരിച്ചുപോയ ആളുകൾ വന്ന് സംസാരിക്കുന്നതായിട്ട് തോന്നുക, രാത്രിയിൽ ഉറക്കം നഷ്ടപ്പെടുക, വല്ലാത്ത രീതിയിൽ പെർസിക്യൂട്ടറി ഡെലൂഷൻസ് പറയും, മറ്റുള്ളവർ തന്നെ അപകടപ്പെടുത്താൻ നടക്കുന്നതാണെന്നുള്ള ഡെലൂഷൻസ് ഉണ്ടാവുക. ഇതെല്ലാം ഈ രോഗത്തിൻ്റെ ഒരു സ്റ്റേജ് കഴിയുമ്പോൾ ഉണ്ടാവാറുണ്ട്. കാര്യം ഇതൊരു ഡീജനറേറ്റീവ് ഡിസീസാണ്. സോ ഇത് എത്രയും നേരത്തെ കണ്ടുപിടിക്കുക, ഇതിനെക്കുറിച്ച് ശരിയായ ബോധവൽക്കരണം നടത്തുക, ശരിയായ രീതിയിലുള്ള ചികിത്സ ആളുകളിൽ എത്തിക്കുക എന്നുള്ളതാണ് ന്യൂറോളജിസ്റ്റുകളുടെ ജോലി. അതിൽ പിന്നെ അഡിക്ഷനായിട്ട് പിന്നെ വന്നിട്ടുള്ളത് ഈ ഡോപ്പമൈൻ കൊടുക്കുന്നതിനുള്ള ടെക്നിക്കുകൾ പല രീതിയിൽ മാറി വരുന്നുണ്ട്. ഡിവൈസ് അസിസ്റ്റഡ് ടെക്നിക്സ് എന്ന് പറയും. പല ഡിവൈസുകളും കാരണം കൊണ്ട് ഇത് ടാബ്ലറ്റ് ഫോമിൽ നിന്നുള്ള ഡോപ്പമൈനെ വയറിനകത്തേക്ക്, ജിജിനം എന്ന് പറഞ്ഞ ഭാഗത്തേക്ക് ഡയറക്റ്റായിട്ട് കൊടുക്കുക. അല്ലെ ഫോസ് കാർബിഡോപ്പ ലിവോഡോപ്പ കോമ്പിനേഷൻ എന്ന് പുതിയതായിട്ട് വന്നിട്ടുണ്ട്. ഇതൊക്കെ ഇതിൻ്റെ എഫക്റ്റ്, ഡോപ്പമൈൻ്റെ എഫക്റ്റ് നല്ലതുപോലെ നിലനിർത്താനും അതിൻ്റെ സൈഡ് എഫക്റ്റ് കുറയ്ക്കാനും ഒക്കെ ഉപകരിക്കും. സോ പാർക്കിൻസൺ എന്ന രോഗത്തെക്കുറിച്ച് നിങ്ങൾക്ക് ഒരു അവബോധം സൃഷ്ടിക്കുക എന്നുള്ളതാണ് ഞാൻ ഈ വീഡിയോ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. നിങ്ങൾക്ക് പരിചയമുള്ള രോഗികൾ ഉണ്ടെങ്കിൽ അവരിലേക്ക് ഈ മെസ്സേജുകൾ എത്തിക്കുക. അവരെ കറക്റ്റായിട്ടുള്ള ചികിത്സ നേടാനും അവരുടെ ജീവിതത്തിൻ്റെ ക്വാളിറ്റി ഓഫ് ലൈഫ് ഒരു പരിധിവരെ മെയിൻറ്റെയിൻ ചെയ്യാനും ഈ വീഡിയോ ഉപകാരപ്പെടും എന്ന പ്രതീക്ഷയോടെ നിർത്തുന്നു. മറ്റൊരു നല്ല വീഡിയോയുമായി ഉടൻ തന്നെ കാണാം എന്ന വിശ്വാസത്തോടെ നിർത്തുന്നു. നന്ദി, നമസ്കാരം.